അറിയിക്കുവാൻ ദൈവം അവസരം തന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അമ്മച്ചി എവിടെയാ താമസിക്കുന്നത്? സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയ അമ്മച്ചിയെ സൗഖ്യമാക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, പ്രിയ അമ്മയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അടിയൻ നിന്റെ ദാസനാണ്. പ്രിയ മാതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്ത് രോഗത്തിന്റെ ചില വ്യാപനങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ അലട്ടുന്ന രോഗത്തിന്റെ ബന്ധനത്തെയും രോഗത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ വഹിച്ച് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുത്ത യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അവിടുത്തെ വചനത്തിന്റെ വാഗ്ദത്തത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ മുൻകാലങ്ങളിലുള്ള ബലഹീനതകൾ, കുറവുകൾ, യാതൊരുവിധ പോരായ്മകളും കർത്താവെ കണക്കിടാതെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തുകയും രോഗബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, തനിക്ക് സൗഖ്യം കൊടുക്കണം. തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. കർത്താവേ, സാമ്പത്തികമായ മാർഗങ്ങളും വഴികളും തുറന്നു കൊടുക്കണം. കർത്താവിന്റെ വലിയ കരം നിന്റെ മകളോട് കൂടെ ഇരിക്കണം. തന്റെ ഭവനത്തെ പശ്ചാത്തലങ്ങളെ ഒക്കെ ദൈവം അറിയുന്നു. ആശ്വാസം അവിടുന്ന് പകരണം. തന്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തി യേശുവിനുമായി ജീവിക്കുവാൻ, യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയുവാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. അമ്മച്ചി വളരെ സന്തോഷത്തോടെ പോവുക. യേശു അപ്പച്ചന്റെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ദൈവകൃപയിൽ മറയ്ക്കും മഹത്വം അങ്ങയ്ക്ക്. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സുവിശേഷത്തിന്റെ പ്രചരണാർത്ഥം ഈ പുറമറ്റത്തിന്റെ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞതായ ചില നാളുകളായി കർത്താവായ യേശു ക്രിസ്തുവിനെ സാക്ഷീകരിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ശബ്ദപരിധിയിൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ദേശവാസികൾക്കും, ബഹുമാന്യ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ ഏവർക്കും വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. എന്റെ പേര് സാൽ വർഗീസ് എന്നാണ്. അടൂരാണ് എന്റെ സ്വദേശം. ഈ പുറമറ്റത്തിന്റെ പ്രദേശത്ത് സുവിശേഷം പരസ്യയോഗങ്ങൾ ഇങ്ങനെ നടത്തുവാനുള്ള പ്രത്യേക കാരണം, പുറമറ്റത്തിന്റെ അടുത്തായി യുണൈറ്റഡ് പെന്തക്കോസ് ഇല്ലെങ്കിൽ UPC എന്നറിയപ്പെടുന്നതായ ഒരു പ്രവർത്തനം ഉണ്ട്. വട്ടക്കോട്ടയിലും അതിന്റെ ഒരു ഭാഗമായി അവിടെയും ഒരു പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ ഈ പുറമറ്റത്തുള്ളതായ പ്രവർത്തനം ചില കാലങ്ങളായി അതിന്റെ 55 വർഷങ്ങൾക്ക് പിന്നിൽ അത് തുടങ്ങിയതാണെങ്കിലും ഇടക്കാലത്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു. എന്നാൽ വീണ്ടും അതിനെ ആ സ്ഥലത്തേക്ക് കടന്നു വരികയും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയും ആരാധനകളും ആത്മീക ശുശ്രൂഷകളൊക്കെ ചെയ്യണമെന്നുള്ള താല്പര്യം സഭാ നേതൃത്വം അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവിടേക്ക് കടന്നു വന്ന് ഈ നാളുകളിൽ എനിക്ക് കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച ആരാധനകളും മറ്റിതര മീറ്റിങ്ങുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സുവിശേഷം ദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായിട്ട് അറിയിക്കുന്ന ഒരാത്മീക ശുശ്രൂഷ ചില വർഷങ്ങളായി ഞാൻ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. ഈ പ്രദേശത്തും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നത് വളരെ സന്തോഷകരമാണ്. മാത്രമല്ല, സുവിശേഷത്തിന്റെ ഈ വാർത്ത ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിലായി അറിയിക്കുവാൻ ദൈവം അവസരം തന്നു. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അമ്മച്ചി എവിടെയാ താമസിക്കുന്നത്?
അമ്മച്ചി ഹാർട്ടിന്റെ വാൽവിന് ചുരുക്കമാണ്. സ്തോത്രം. തിങ്കളാഴ്ച ആശുപത്രി പോകാൻ പൈസ ഇല്ല, വീട്ടിലോട്ട് പോകും. ഓ പൈസ സ്തോത്രം. ചോദിക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയ അമ്മച്ചിയെ സൗഖ്യമാക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, പ്രിയ അമ്മയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അടിയൻ നിന്റെ ദാസനാണ്. പ്രിയ മാതാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ശരീരത്ത് രോഗത്തിന്റെ ചില വ്യാപനങ്ങളാൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തന്നെ അലട്ടുന്ന രോഗത്തിന്റെ ബന്ധനത്തെയും രോഗത്തെയും ശാപത്തെയും ക്രൂശന്മേൽ വഹിച്ച് അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുത്ത യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വചനം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് അവിടുത്തെ വചനത്തിന്റെ വാഗ്ദത്തത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ മുൻകാലങ്ങളിലുള്ള ബലഹീനതകൾ, കുറവുകൾ, യാതൊരുവിധ പോരായ്മകളും കർത്താവെ കണക്കിടാതെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തുകയും രോഗബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, തനിക്ക് സൗഖ്യം കൊടുക്കണം. തന്റെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. കർത്താവേ, സാമ്പത്തികമായ മാർഗങ്ങളും വഴികളും തുറന്നു കൊടുക്കണം. കർത്താവിന്റെ വലിയ കരം നിന്റെ മകളോട് കൂടെ ഇരിക്കണം. തന്റെ ഭവനത്തെ, പശ്ചാത്തലങ്ങളെ ഒക്കെ ദൈവം അറിയുന്നു. ആശ്വാസം അവിടുന്ന് പകരണം. തന്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തി യേശുവിനുമായി ജീവിക്കുവാൻ, യേശുവിനെ സൗഖ്യമാക്കി എന്ന് പറയുവാൻ കർത്താവ് സഹായിക്കും. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം, സ്തോത്രം. അമ്മച്ചി വളരെ സന്തോഷത്തോടെ പോവുക. യേശു അപ്പച്ചന്റെ കരുതലുണ്ട്. യേശുവെ എന്നെ രക്ഷിക്കണമെന്ന് കർത്താവിനോട് പറയണം കേട്ടോ. എപ്പോഴും പറയും. ഉറങ്ങുന്ന ഉറക്കത്തിലും കിടക്കുമ്പോഴും എല്ലാം പറയും. വേദപുസ്തകവും വായിക്കും. പിന്നെ രോഗിയുടെ നാഥനായ ഒരു പുസ്തകം കർത്താവിന്റെ ഉണ്ട്, അത് ഞാൻ വായിക്കും. ഞാനിപ്പോഴും തുറന്നു നോക്കി ഈ പ്രസംഗം കേട്ട് ഞാൻ അടുത്തോട്ട് പോകാൻ വന്നു. പക്ഷെ ഇവിടെ നിന്ന് ഈ പ്രസംഗം കേൾക്കുന്ന എനിക്കൊന്ന് പ്രാർത്ഥിക്കണം.